ഒരു സ്ത്രീ ഉള്ളത് സ്ത്രീയുടെ ശരീരത്തിന്റെ മുകൾ വശം, അതായത് തലയുടെ ഭാഗം മാത്രമാണ് പുറത്ത് കാണാൻ പറ്റുന്നുള്ളൂ. ബാക്കിയുള്ള ഭാഗം മുഴുവൻ കോൺക്രീറ്റ് പാളികളും അതുപോലെ തന്നെ ഇഷ്ടികയും കട്ടളയും ഒക്കെ ഇവരുടെ ശരീരത്ത് വീണ് കിടക്കുക. ഇവർക്ക് ചെറിയൊരു അനക്കം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. നന്നായിട്ട് ബ്ലീഡിങ്, രക്തം ചീറ്റി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കൂടുതലുള്ള ഭർത്താവിനെ കാണാൻ പറ്റിയിട്ടില്ല, ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല. ഇവരെ മാത്രമാണ് ഇപ്പൊ കാണുന്നുള്ളൂ. ഈ വീട് പൂർണ്ണമായിട്ടും തകർന്ന് ഉള്ളിലെ, ഇത് വലിയൊരു കോൺക്രീറ്റ് വീടാണിത്. ആ കോൺക്രീറ്റ് വീട്ടിലെ കട്ടളയും ഇഷ്ടികകളും എല്ലാം തകർന്ന് നിലത്തേക്ക് കിടക്കുകയാണ്. ഇതിന്റെ അടിയിലാണ് ഇവർ കുടുങ്ങി കിടക്കുന്നത്. അതിൽ ഒരാളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവർക്ക് ഇപ്പോഴും ജീവനുണ്ട്. അവരെ രക്ഷപ്പെടുത്താനായിട്ട് ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും ഒക്കെ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പുറത്തെടുക്കാനോ പറ്റിയിട്ടില്ല. കാരണം വലിയ കോൺക്രീറ്റ് കട്ട് ചെയ്ത് മാറ്റണം. അതിനുള്ള ഇലക്ട്രിക് കട്ടറുകളും ഒക്കെ ആയിട്ട് ഇപ്പോൾ റൂമിലേക്ക് ഫയർഫോഴ്സിന്റെ ആളുകൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇത് പൂർണ്ണമായി നീക്കിയാൽ മാത്രമേ ഇവരെ പുറത്തേക്ക് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. രണ്ടുപേരിൽ ഒരാളെ കിട്ടിയിട്ടുള്ളൂ, മറ്റേയാളെ കണ്ടിട്ടില്ല, മറ്റേയാളെ അന്വേഷിച്ചിട്ടില്ല. ഇവരെ മാത്രമേ കണ്ടുള്ളൂ. അവരെയാണ് ഇപ്പൊ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇപ്പോഴും ജീവനുണ്ട്. എങ്കിൽ പോലും ഇവര് നന്നായിട്ട് ബ്ലഡ് ഒക്കെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവർക്ക് ഒരു ചെറിയ അനക്കം മാത്രമേ ഉള്ളൂ നിലവില്. എന്തായാലും ഒരു ഭയങ്കര പരിശ്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളത്. പക്ഷെ കൂടുതലുള്ള ഭർത്താവിനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കണ്ടെത്താനല്ല, ഇവരുടെ മുകളിലേക്ക് വീണിരിക്കുന്ന ഭിത്തി അത് കട്ട് ചെയ്ത് മാറ്റുന്ന ശ്രമത്തിലാണ് ഇപ്പൊ നടക്കുന്നത്. നമ്മൾ ആദ്യം ഒന്ന് ആശ്വാസകരമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ അങ്ങനെയല്ല അല്ലേ. ഒരാളെയാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ആ സ്ത്രീയുടെ സുരക്ഷ മാത്രമാണ് പുറത്തേക്കുള്ളൂ. അവർക്ക് ഒരു ബോധമുണ്ട്, പക്ഷേ അവർക്ക് കാര്യമായി പരിക്കുണ്ട് എന്നാണ് ഇപ്പോൾ സത്യം പറയുന്നത്. ഇതാണ് അതിൻ്റെ ദൃശ്യങ്ങൾ, അവിടുത്തെ അപകട സ്ഥലത്തെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അതിന്റെ മോളിൽ കയറില്ലേ.